അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സർക്കാർ ഈ വാർത്ത പുറത്തുവന്നതിന് ശേഷം അടങ്ങിയിരുന്നിട്ടില്ല. CBI അന്വേഷണം പ്രഖ്യാപിച്ചു, 6 FIR ഇട്ടു. അതിലേറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള റോൾ വഹിച്ചയാൾക്കെതിരെ CBI ഇപ്പോൾ ഓട്ടം തുടരുകയാണ്. അയാൾ നേപ്പാളിലേക്ക് കടന്നു എന്നാണ് കരുതുന്നത്. പക്ഷേ വളരെ നിർണായകമായ തെളിവുകൾ ഈ ഏജൻസിക്ക് ലഭിച്ചു. മാത്രമല്ല, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ തലപ്പത്ത് നിന്നും സുബോധ് കുമാറിനെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറം എന്താ ചെയ്യേണ്ടത്? രാജി വേണമെന്നുള്ളത് നിങ്ങളുടെ ആവശ്യത്തിന് എന്ത് പ്രസക്തി, ജിൻഡോ? അല്ല അരുൺ, ഇതിലുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഈ ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് പറയുമ്പോൾ ഡൽഹിയിലും കേരളത്തിലും കോൺഗ്രസ് ഉണ്ടോ എന്നൊക്കെയാണ് BJPയുടെ പ്രതിനിധി ചോദിക്കുന്നത്. ഞങ്ങൾ ഡൽഹിയിലും ബോംബെയിലെ അല്ലെങ്കിൽ കേരളത്തിലേക്ക് കോൺഗ്രസിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ചർച്ചയാണെന്നല്ല ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഞാൻ വിചാരിച്ചിരിക്കുന്നത് നീറ്റ് എക്സാമിൻ്റെ ചോദ്യപേപ്പർ ചോർന്നതിനെക്കുറിച്ചിട്ടുള്ള അടിയന്തര പ്രമേയം നിഷേധിച്ചതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പങ്കെടുക്കാൻ വന്നത്. അതുകൊണ്ട് താങ്കൾക്ക് വിഷയം മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം. അല്ല 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 താങ്കൾ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആളല്ലേ, എന്തിനു അസ്വസ്ഥനാകുന്നത്? താങ്കൾ ഇത്രയും ആക്ഷേപം പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്ന് കേട്ടില്ലേ? അതുള്ളൊരു ജനാധിപത്യ മര്യാദയല്ലേ? ലോക്സഭാ സ്പീക്കറെ പോലെ ആവല്ലേ എന്നേ BJPയുടെ പ്രതിനിധി ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട്. ഞാൻ പറയുന്നത് കൂടി ഒന്ന് കേൾക്കൂ, അല്ലെങ്കിൽ എന്റെ മൈക്ക് ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഓഫ് ചെയ്താണല്ലോ. ഇപ്പോൾ എന്തൊരു അസ്വസ്ഥതയാണത്? ഞാൻ പറയട്ടെ സാറേ, ഞാനൊന്ന് പറയട്ടെ. താങ്കൾക്കല്ലേ ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചത്? താങ്കൾ പറഞ്ഞത് ഞങ്ങൾ ബാക്കി എല്ലാവരും കേട്ടുകൊണ്ടിരുന്നില്ല. അപ്പൊ ഞങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കൂ. അല്ല, ഞങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കൂ. താങ്കൾ അതൊക്കെ പറഞ്ഞപ്പോൾ, എൻ്റെ പാർട്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അത് കേട്ടിരുന്നില്ലേ? അത് ഞാനിപ്പോൾ വളർത്തുന്ന ജനാധിപത്യ മര്യാദയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കൂ. ഈ ഏതാനും പ്രതികളെ അറസ്റ്റ് ചെയ്തു, മറ്റേ നേപ്പാളിൽ നിന്ന് അടക്കം അറസ്റ്റ് ചെയ്തു എന്നൊക്കെ നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ഏതാനും പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഇതിൻ്റെ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കില്ലേ? സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിൽ ഇപ്പോൾ നിങ്ങൾ കൗൺസിലിംഗ് നടക്കുന്ന കുട്ടികളിൽ എത്ര പേർക്ക് ഈ ചോദ്യപേപ്പർ ചോർന്ന് കിട്ടിയിട്ടുണ്ടെന്ന് എന്തറിവാണ് നിങ്ങൾക്കുള്ളത്? എത്ര പേരാണ് ഇതിൽ യഥാർത്ഥത്തിൽ റാങ്ക് ലിസ്റ്റിൽ വരേണ്ട ആളുകളുണ്ടായിരുന്നു? എങ്ങനെ നിങ്ങൾ അറിയുന്നത്? അതുകൊണ്ടാണ് പറയുന്നത്, ഇതിൻ്റെ ഈ റിസൾട്ട് ക്യാൻസൽ ചെയ്യണം, ഈ പരീക്ഷ ക്യാൻസൽ ചെയ്യണം, സമഗ്രമായ അന്വേഷണം വേണം, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ കാരണം എന്താണെന്നറിയോ? താങ്കൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്ര ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലിയർ ആണ് ഈ ചോദ്യപേപ്പർ ചോർച്ച എന്ന്. എങ്കിൽ ഒരിക്കൽ സംഭവിച്ചത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലിയർ, തുടർച്ചയായിട്ട് NTA നടത്തുന്ന പരീക്ഷകളിൽ ഇങ്ങനെ ക്രമക്കേട് വരികയും ചോദ്യപേപ്പറിൽ ചോരുകയും ചെയ്യുമ്പോൾ ആ തുടർച്ചയായി നടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലിയറിന്റെ ഉത്തരവാദി ആരാ? മന്ത്രി തന്നെയാണ്. അതുകൊണ്ടാണ് ആ മന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. അതിന് താങ്കൾ പറഞ്ഞ മറുപടി, സ്വപ്ന സുരേഷിന്റെ നിയമനത്തിൽ BJP പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടത് പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് വെറുതെ ഒന്ന് ചോദിച്ചതാണ്. അങ്ങനെ വെറുതെയാണോ നിങ്ങൾ പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടത്? ഞങ്ങൾ കോൺഗ്രസ്സുകാരും UDFകാരും അന്ന് ഒരു പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടത് ഞങ്ങൾ പറയുന്ന ആവശ്യത്തിൽ ഞങ്ങൾ അറിവും അടിസ്ഥാനമുണ്ടെന്നുള്ള ബോധ്യത്തിലാണ്. താങ്കൾ പറഞ്ഞത് പ്രതിപക്ഷമായതുകൊണ്ട് എങ്ങനെയും ചോദിക്കുന്ന, അങ്ങനെ പ്രതിപക്ഷമായതുകൊണ്ട് ചോദിക്കുന്ന വെറും ചോദ്യങ്ങളല്ല ഇവിടെ. ഞങ്ങൾ പ്രതിപക്ഷമായതുകൊണ്ട് വെറുതെ ചോദിക്കുന്നതല്ല വിദ്യാഭ്യാസ മന്ത്രി രാജി. താങ്കൾ തന്നെ പറഞ്ഞ, താങ്കളുടെ പാർട്ടിയുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലിയറിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലിയർ തുടർച്ചയായി നടക്കുന്നുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മന്ത്രി മാറി എന്ന അന്വേഷണത്തെ നേരിടണമെന്നേ. സംഘപരിവാറിന്റെ നേതാക്കന്മാർക്ക്, ശാഖയിലെ RSSകാർക്കൊക്കെ NTA നടത്തുന്ന പരീക്ഷയുടെ ചുമതല ഏൽപ്പിച്ചു കൊടുത്താൽ ഇങ്ങനെയിരിക്കും. അക്ഷരാഭ്യാസമില്ലാത്ത, എൻ്റെ പൊളിറ്റിക്കൽ സയൻസിലെ ഡിഗ്രിയുള്ള, ഏത് കോളേജിൽ നിന്ന് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു എന്ന് പോലും ലോകത്തിൽ ആർക്കും അറിയാത്ത ഒരു രാജ്യത്ത്, പ്രധാനമന്ത്രി ഭരിക്കുന്ന ഒരു രാജ്യത്ത് ഇതൊക്കെ നടക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ഇത് 10-24 ലക്ഷം ചെറുപ്പക്കാരെ മാത്രമല്ല, ഈ രാജ്യത്തെ 142 കോടി ജനങ്ങളുടെ ആരോഗ്യത്തെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്, അവരുടെ ജീവനെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അത്ര അലംഭാവത്തോടെ അല്ല ഈ വിഷയങ്ങളെ കാണേണ്ടത്. അതുകൊണ്ടാണ് ജനം വീണ്ടും അദ്ദേഹത്തെ ജയിപ്പിക്കുന്നതും താങ്കളുടെ താങ്കൾ തന്നെ ആലോചിച്ച് നോക്കൂ. 303 സീറ്റിൽ നിന്ന് 240 സീറ്റിലേക്ക് BJPയുടെ സീറ്റ് എണ്ണം കുറഞ്ഞെങ്കിൽ അത് കുറഞ്ഞത് തോൽവി തന്നെയാണ്. 400 സീറ്റോടുകൂടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ BJPയുടെ പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് മോദി സർക്കാർ എന്ന് പറയുന്നത്, NDA സർക്കാർ എന്ന് പറയുന്നത്, നിങ്ങളുടെ സീറ്റ് എണ്ണം എന്തുകൊണ്ട് കുറഞ്ഞത്? നിങ്ങൾ തോറ്റു. നിങ്ങൾ എന്തുകൊണ്ട് അയോധ്യയിൽ രാമക്ഷേത്ര ഭൂമിയിൽ തോറ്റത്? നിങ്ങൾ തോറ്റു. മോദിയുടെ ഭൂരിപക്ഷം 4-1 കുറഞ്ഞത് എന്തുകൊണ്ടാണ്? നിങ്ങൾ തോറ്റു. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എന്തുകൊണ്ടാണ് 4 ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നത്? ഞങ്ങൾ ജയിച്ചു. ഇന്ത്യ മുന്നണിയുടെ ഭൂരിപക്ഷം, ഇന്ത്യ മുന്നണിയുടെ സീറ്റ് എണ്ണം വർദ്ധിച്ചത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ ജയിച്ചു. നിങ്ങളുടെ സീറ്റ് എണ്ണം കുറഞ്ഞത് എന്തുകൊണ്ടാണ്? നിങ്ങളെ ഈ ജനങ്ങൾ തെരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. 50-ൽ നിന്ന് 95 എത്തിയാൽ നിങ്ങളാണ് ഭരിക്കേണ്ടത്. 50-ൽ നിന്ന് 95 എത്തിയാൽ നിങ്ങളാണ് ഭരിക്കേണ്ടത്. നിങ്ങൾക്കാണ് ആദ്യം 95 അല്ല എന്നുള്ള Debate with Arun Kumar.